അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താറാത്തല്ലേ ഉസ്താ? ഇപ്പോൾ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം തഅസിയത്ത് അത് സാധാരണ ഒരു സുന്നത്ത് ഉണ്ടല്ലോ. പുറമുള്ള ആളുകളൊക്കെ വരും, 3 ദിവസം വരും പോവും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ പരസ്പരം ഇപ്പോൾ ഒരു വീട്ടിലൊരാൾ മരിച്ചാൽ അയാളെ മക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, ജ്യേഷ്ഠനാവട്ടെ അനിയനാവട്ടെ പെങ്ങളാവട്ടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തഅസിയത്ത് നടത്തൽ സുന്നത്താണെന്ന് കേട്ടു. അങ്ങനെ ഒരു സുന്നത്തുണ്ടോ? വിധിയായിട്ട് തന്നെ അങ്ങനെ ജ്യേഷ്ഠാഞ്ചന്മാർ പരസ്പരം, ആ വീട്ടുകാരെന്നെ പരസ്പരം തഅസിയത്ത് നടത്തൽ സുന്നത്തുണ്ടോ? അങ്ങനെ വിധി വന്നിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് ഉസ്താദ് അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കണം. കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തഅസിയത്ത് നടത്തൽ സുന്നത്തുണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു മുസീബത്ത് ഏൽക്കുക. അപ്പോൾ ഒരു ഉദാഹരണം, ഒരാൾ മരിച്ചു. അപ്പോൾ ആ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ അഹലുകാർക്ക് വല്ലാത്തൊരു മുസീബത്ത് തന്നെയാണത്, വല്ലാത്തൊരു സങ്കടം ദുഃഖം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ മയ്യത്തിൻ്റെ അഹലുകാരെ ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക, അത് തഅസിയത്ത് എന്ന് പറയും. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തഅസിയത്ത് നടത്തൽ സുന്നത്തുണ്ടോ? അപ്പോൾ ജ്യേഷ്ഠൻ അനിയനെ തഅസിയത്ത് നടത്തുന്നു, അതുപോലെ തന്നെ പെങ്ങളെ ആശ്വസിപ്പിക്കുന്നു, പെങ്ങൾ ഉമ്മാനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ പരസ്പരം ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് തഅസിയത്ത്. പൊതുവേ നമ്മളൊക്കെ തഅസിയത്ത് എന്ന് പറയുമ്പം മയ്യത്തിൻ്റെ ആളുകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആളുകൾ വന്നുകൊണ്ട്, അയൽവക്കക്കാരും അത് മറ്റുള്ള ആളുകളൊക്കെ വന്നിട്ട് അങ്ങനെ തഅസിയത്ത് നടത്തും. എന്നാൽ അത് സുന്നത്ത് എന്നതുപോലെ തന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തഅസിയത്ത് നടത്തൽ സുന്നത്തുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നിപ്പോവും, ഇതെന്താ ഇത്രമാത്രം പറയേണ്ടതുണ്ടോ, ഇത് എന്താ, ഇതിലെന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് ചിലപ്പം തോന്നിപ്പോകും. ഇത് സ്വാഭാവികമായിട്ടും ചിലപ്പം നടത്തും, നടത്താതിരിക്കും. അവിടെ അല്ല ഇവിടുത്തെ പ്രസക്തി. അതായത് ഇതൊരു മതവിധിയായിട്ട് വന്നിട്ടുണ്ടോ, ഒരു സുന്നത്തായിട്ട് ഇത് വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സുന്നത്തും ആയി, അതുപോലെ തന്നെ അതിൻ്റെ പ്രതിഫലം എത്രയാകും? പൊതുവേ നമുക്ക് ഒരു മരണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിരിക്കും. കാരണം നമുക്ക് വേണ്ടപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ അങ്ങനെയൊക്കെ മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം വല്ലാത്ത ഒന്നാണ്. അത് താങ്ങാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഉമ്മ, ഉപ്പ, അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടപ്പെട്ടവനും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ പെടുന്നതിനുള്ള മരണമായാലോ പിന്നെ പറയും വേണ്ട. കാരണം അസുഖത്തിലായിട്ട് അങ്ങനെ ഇന്ന് നാളെ അങ്ങനെയൊന്നുമല്ല, പെട്ടെന്നങ്ങ് മരിച്ചു പോയതാകുമ്പോൾ വല്ലാത്തൊരു ടെൻഷനും വല്ലാത്തൊരു വേദനയും സങ്കടവും ഉണ്ടാവും. അപ്പം അങ്ങനെ ആകുമ്പോൾ ആ വീടിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥ എങ്ങനെ, അത് വല്ലാത്തൊരു സങ്കടം തന്നെ. അപ്പോൾ ആരും ഒന്നും സംസാരിക്കാതെയും മിണ്ടാതെയും ഇതുപോലെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പം അവിടെയാണ് ഇവിടുത്തെ ഈ പറയുന്ന തഅസിയത്തിൻ്റെ പ്രസക്തി. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തഅസിയത്ത് നടത്തുമ്പം അത് സുന്നത്തുണ്ടോ ഇല്ലേ എന്നുള്ളത് ആദ്യം നോക്കണം ആ ഒരു വിഷയത്തിൽ. എന്നിട്ടാണ് പിന്നെ അതിൻ്റെ കൂലി എത്രയാണ്, അതിൻ്റെ വണ്ണമായ പ്രതിഫലം എത്രയാണ്. അപ്പോൾ ഒരു അല്ലാഹു തആല നമുക്ക് ഒരു പ്രയാസ ബുദ്ധിമുട്ട് തരുമ്പം അതിൻ്റെ പിന്നിൽ അല്ലാഹു തആല ഒരുപാട് കൂലിയും വെക്കുന്നുണ്ട്, പ്രതിഫലവും വെക്കുന്നുണ്ട്. അതൊക്കെ പരമാവധി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വലിയ നേട്ട ഗുണങ്ങളാണ്. കാരണം മരിച്ചുപോയവരാരും തിരിച്ചു വരൂല, അത് ഉറപ്പാണ്, യാതൊരു അംശവുമില്ല. അപ്പം ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പിന്നെ മയ്യത്തിനക്ക് എൻ്റെ കേറുണ്ടാകുന്ന രൂപത്തിലും മയ്യത്തിനക്ക് കോട്ടുണ്ടാകുന്ന രൂപത്തിലും വാവിട്ട് നിലവിളിക്കല്ല അവിടെ വേണ്ടത്. നേരെ മറിച്ച് അവിടെ ആ മയ്യത്തിനക്കൊന്നും ബാധിക്കാത്ത രൂപത്തിൽ, മയ്യത്തിനക്ക് പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ, എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വണ്ണമായ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗമാണ് ഇതൊക്കെ. അപ്പം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തഅസിയത്ത് നടത്തൽ സുന്നത്തുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് സുന്നത്ത് ഇല്ല, ഉണ്ട്, ഇല്ല അങ്ങനെ കേൾക്കുന്നത്. ഏതായാലും മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു, അതായത് നിഹായയുടെ മുസന്നിഫാകുന്ന റംലി, ഇമാം മുഹമ്മദ് റംലി, അവിടുത്തെ വാപ്പയാകുന്ന അഹ്മദ് റംലി റളിയല്ലാഹു അൻഹുവിനോട് ഈ ചോദ്യം വന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് സുന്നത്തുണ്ട്. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രയാസം ബുദ്ധിമുട്ടും വന്നതല്ലേ എന്ന് മഹാനായ ഇമാം റംലി റളിയല്ലാഹുവിൻ്റെ ഫത്താവയിൽ ഈ ചോദ്യമുണ്ട്, അതിൻ്റെ മറുപടിയുണ്ട്. ഫത്താവർ റംലിയുടെ 176, 177 പേജുകൾ നോക്കിയാൽ കാണും. കണ്ടോ, ഹൽ തുസന്നു തഅസിയത്തു അഹ്ലിൽ മയ്യത്തി ലിബഅദിഹിം ബഅദ അം ഔല.
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താസിയത്ത് എടുത്ത ജ്യേഷ്ഠൻ അനിയനെ, അനിയൻ പെങ്ങളെ, പെങ്ങള് ഉമ്മാനെ, ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താസിയത്ത് നടത്തൽ സുന്നത്തുണ്ടോ? മതവിധി എന്താണ് സുന്നത്തുണ്ടോ? അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ഇതിന് പ്രതിഫലം മറ്റും പറയല്. ഫാജാബ, മഹാനവറുകൾ അതിന് മറുപടി പറഞ്ഞു, ബി അന്നുഹു തുസന്നു, അത് സുന്നത്ത് തന്നെയാണ്. കാരണം ഈ റീസൺ ഇല്ലത്ത് പറഞ്ഞു, കാരണം പറഞ്ഞെന്താ, ലി അന്ന കുല്ലം മിൻഹും മുസാബുൻ, ഓരോരുത്തരും അവിടെ മുസീബത്ത് ഏറ്റവരാണ്, ഓരോരുത്തർക്കും അവിടെ പ്രയാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താസിയത്ത് നടത്തൽ സുന്നത്തുണ്ട് എന്നുള്ളത്. ഇത് എൻ്റെ ഒരു പണ്ഡിതനും രണ്ട് പണ്ഡിതന്മാരും അങ്ങനെയൊന്നുമല്ല, ഇഷ്ടംപോലെ ധാരാളം പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം ബർമാവി റഹിമഹുല്ലൊക്കെ പറയുന്നത്, നമ്മൾ ദർസ് പഠിക്കണ കാലത്ത് തന്നെ ഈ ചോദ്യം വന്നിരുന്നു. അന്ന് നമ്മളൊക്കെ നോക്കിയപ്പോൾ റംലി ഇമാമിന്റെ ഫത്താവയിൽ കണ്ടു എന്ന് മാത്രമല്ല, വേറെയും ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാരുടെയൊക്കെ ഗ്രന്ഥങ്ങളിലും എഴുത്തുകളിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്, സുന്നത്താണ് എന്ന് മഹാനായ ഇമാം ബർമാവി റളിയല്ലാഹു പറയുന്നുണ്ട്. അതായത് ഇബ്നു ഖാസിമുൽ ഖസ്സി റഹിമഹുല്ലാ തങ്ങളുടെ ഫതുഹുൽ ഖരീബുൽ മുജീബ് എന്ന കിതാബുണ്ട്, അതൊന്ന് വിശദീകരിച്ച് ഇമാം ബർമാവി റളിയല്ലാഹു ആഷിയത്തുൽ ബർമാവിയിലൂടെ, അതിന്റെ 2ാം വോള്യം, അവിടെയാണ് ഇത് കാണുന്നത്. അവിടെ ഇതിന്റെ 338 പേജിൽ പറയുന്നുണ്ട്, ഫറോൻ ദർസിലൊരു ചോദ്യം വന്നു, ഹൽ യുസന്നു തഅസിയത്തു അഹ്ലിൽ മയ്യത്തി ബഅലൈഹിം ബഅലാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം തഅസിയത്ത് നടത്തൽ സുന്നത്തുണ്ടോ? അങ്ങനെ ചോദ്യം ദർസിൽ പഠിക്കുമ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്, ദർസിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്ന് നമ്മൾ ഫത്താവ റംലിയിൽ നമ്മൾ നോക്കി, അപ്പൊ നമ്മൾ കണ്ടു. എന്നിട്ട് വീണ്ടും പറയണം, സുമ്മ റഅയ്തു ഐലൻ, വീണ്ടും നമ്മൾ നോക്കി, ബി ഖത്തി ബഅദുൽ ഫുളലാ ഇമാനസു, കണ്ടോ, വലിയ ഫുളലാ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പണ്ഡിതന്മാരും വലിയ കൂട്ടരാ. അങ്ങനെ അവരുടെ ഈ പറയുന്ന എഴുത്തുകളിലൊക്കെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കിട്ടി എന്ത്, വയുസന്നുലിൽ അഖി, കണ്ടോ, അഖാഹു, ഒരു സഹോദരൻ മറ്റേ സഹോദരനെ തഅസിയത്ത് നടത്തൽ സുന്നത്തുണ്ട്, അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് എൻ്റെ സുന്നത്തുണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ റംലി ഇമാമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എന്ത് പറഞ്ഞു? അതാണല്ലോ ഗഡ്സുള്ള പണ്ഡിതരും അവസാനത്തെ വാക്കും തീർപ്പ് കൽപ്പിക്കുന്നവരും എന്ന് നമ്മൾ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങളിലൂടെ നമ്മൾ എപ്പോഴും ഉറ്റുനോക്കുന്നവരുടെ തുഹ്ഫ. അതുപോലെ തന്നെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടെ എന്തെങ്കിലും വിയോജിപ്പുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും നോക്കാറുണ്ട്. ഇല്ല, മഹാനവറുകൾ വിയോജിപ്പുണ്ട് വിഷയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിയോജിപ്പ് ശരിയാകുമോ? അങ്ങനെ തഅസിയത്ത് നടത്തൽ സുന്നത്താണ് എന്നല്ലേ വരേണ്ടത് എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തുഹ്ഫത്തുൽ മുഹ്താജിലും മഹാനവറുകൾ പറയുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാം ആയല്ലോ. തുഹ്ഫയുടെ എൻ്റെ 3ാം വോള്യം, ഇതിൻ്റെ 267 പേജിലുണ്ടോ, ചില പണ്ഡിതന്മാരുടെ വിശകലനം ഉണ്ട്. അന്നഹു ലാ യുസന്നു ലി അഹ്ലിൽ മയ്യത്തി തഅസിയത്തു ബഅദിഹിം ലിബഅദ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തഅസിയത്തുള്ള സുന്നത്തില്ല എന്ന് ചില പണ്ഡിതന്മാരുടെ വിശകലനം ഉണ്ടാകുമ്പോൾ വഫീഹി നദറുൻ ലാഹിറുൻ, അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ലി മുഖാലഫത്തിഹി ലിൽ മഅനാ വല്ലാഹിരി കലാമിഹിം, പണ്ഡിത ലോകത്തിൻ്റെ ആ ഒരു പ്രകടമായ സംസാരങ്ങളൊക്കെ വരുമ്പം അത് തഅസിയത്ത് ഉണ്ട് എന്നാണ് വരേണ്ടത്. അപ്പം അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അത് മാത്രമൊന്നുമല്ല പറഞ്ഞത്, അങ്ങനെ ഒരാൾ തഅസിയത്ത് നടത്തുമ്പോൾ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടും പ്രതികരിക്കണം, അതിന് ഈ പറയുന്നത് തിരിച്ച് ഇങ്ങോട്ടും അതിന് ജവാബ് കൊടുക്കലും സുന്നത്തുണ്ട്, അങ്ങനെയും കൂടിയും പറയണം എന്നാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ഭാഷ എന്ന് തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് മഹാന ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു ആശിയത്തു ഷർവാനിയിലൂടെ പറയുമ്പം പിന്നെന്തായി? അതൊന്നും പറയാല്ലാത്ത രൂപത്തിലായി. ഏതുപോലെ നമ്മൾ തുമ്മിയാണ്ട് അൽഹംദുലില്ലാ, അവ കേട്ടല്ലോ റഹ്മക്കുള്ള, അവ ഇവിടുന്ന് ഇപ്പോൾ യഹ്ദിക്കുമുള്ള, ഇങ്ങനെ അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൂലി വാങ്ങുക എന്നറിയില്ല. ഇന്നതുപോലെ ഈ തഅസിയത്തിലും ഉണ്ട് എന്നാണ് കേട്ടോ. ഇവിടെ പോവാൻ്റെ ഫീഹി നദറുൻ എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുമ്പം വയുസന്നു കമസ്തൽഹറുഹു ഇബ്നു ഹജർ, ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ പ്രകടമായി വരുന്ന ഭാഷ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത്തഅസിയത്തു ഇജാബത്തു തഅസിയത്തി ബിനഹ്വി ജസാക്കല്ലാഹു ഖൈറാ വതഖബ്ബലല്ലാഹു മിൻക, ഉണ്ടോ? അങ്ങനെ തഅസിയത്ത് ഒരാൾ നടത്തിയാൽ, ഇപ്പോൾ ഒരു സഹോദരനോട് തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ രണ്ടാളിരിക്കുന്ന സമയത്ത് ഒരാൾ ദുഃഖിച്ചിരിക്കും, മറ്റൊരാൾ സാരല്ല, അങ്ങനെയല്ലേ എങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ. അപ്പൊ ആ കിട്ടിയ ആ വ്യക്തി എന്ത് പറയണം? ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹു തആല നിനക്ക് ഖൈർ നൽകട്ടെ, എന്നെ സമാധാനിപ്പിച്ചില്ലേ, അതുപോലെ തന്നെ അതിന് നിനക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകട്ടെ എന്ന് തിരിച്ച് ഇങ്ങോട്ട് പറയലും ഇയാൾക്ക് സുന്നത്തുണ്ട്.
അപ്പൊ അതും സുന്നത്ത്. അപ്പൊ എത്ര സുന്നത്താണ് ഇവിടെ കയറി വരുന്നത്? അപ്പൊ ഇവിടെ ഇതെന്താ, ഇതിപ്പോ ഇങ്ങനെ ഇതൊക്കെ പറയേണ്ടതുണ്ടോ, ഇതിലെന്ത് പ്രസക്തി എന്നാണ് വീണ്ടും നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ. ഇവിടെയാണ് ഇപ്പൊ ഇത് താസിയത്ത് നടത്തല് പരസ്പരം സുന്നത്താണ് എന്ന് ബോധ്യപ്പെട്ടല്ലോ. അപ്പൊ ഇങ്ങനെ പരസ്പരം താസിയത്ത് നടത്തൽ സുന്നത്താണെന്ന് ബോധ്യപ്പെടുമ്പം അതിൻ്റെ കൂലി എത്രയാണ്, വണ്ണമായ പ്രതിഫലം എത്രയാണ്? കാരണം എല്ലാവരുടെയും മരണം ഒരുപോലെ ആയിക്കൊള്ളണമെന്നുണ്ടാവില്ല. കാരണം പെടുന്നനെയുള്ള മരണം, അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ ഉമ്മ ഉപ്പ, ചിലപ്പോൾ ചില കുട്ടികളൊക്കെ മരിക്കുക, അതുപോലെ തന്നെ അങ്ങനെ പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടപ്പെട്ടവരാകുമ്പം അത് വല്ലാത്തൊരു ദുഃഖം തന്നെയായിരിക്കും. അത് ചെറുതാവില്ല. അതുകൊണ്ട് എല്ലാവരുടെയും മരണം ഒരുപോലെ എന്നല്ല, വ്യത്യസ്തമായ രൂപത്തിലുള്ള വേദനയാണ് എന്ന് മഹാനായ ഇമാം ഖത്തീബ് ഷർബീനി റഹിമഹുല്ലാഹു അവിടുത്തെ മഅനി മുത്താജിൽ തന്നെ പറയുന്നുണ്ട്. ആ ഒരു വേദന എത്രയേക്കാരം എന്നുള്ള ഓരോന്നും എടുത്തെടുത്ത് പറയുന്നുണ്ട്. മഅനി മുത്താജിൻ്റെ 2-ാം വാള്യം ഇതിൻ്റെ 58-ാമത്തെ പേജിലായിട്ടുണ്ടോ. ഇപ്പം എൻ്റെ ഓരോ മയ്യത്തിൻ്റെ അഹലുകാർ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, മൗത്തുൽ അബി, ഒരു പിതാവാണ് മരിച്ചതെങ്കിൽ ആ പിതാവിൻ്റെ അനന്തരക്കാർ എന്ന് പറഞ്ഞാൽ ആ പിതാവിൻ്റെ ഭാര്യ, മക്കള്, അങ്ങനെയൊക്കെ അവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ വേദന ഖസ്മുൽ ലഹ്ർ എന്നാണ് കൊടുത്ത്. ഖസ്മുൽ ലഹ്ർ എന്ന് പറഞ്ഞാൽ മുതുക് പൊട്ടുന്ന വേദന. നമ്മുടെ മുതുക് പൊട്ടിയാലുണ്ടാകുന്ന വേദന എത്ര ഉണ്ടാകും? നെടുമുള്ളു പൊട്ടുകാറിയില്ലേ, അത് പൊട്ടിയോക്കണം, അതിൻ്റെ വേദന അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനത്തെ വല്ലാത്തൊരു വേദന ഉണ്ടാകും. വ മൗത്തുൽ വലതി, ഒരു കുട്ടിയുടെ മരണമാണ്. ഒരു കുട്ടിയെ മരിച്ചെങ്കിൽ ആ ഉമ്മാക്കൊക്കെ ഉണ്ടാകുന്ന വേദന, ഉപ്പാക്കുണ്ടാകുന്ന വേദന, പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ ഉണ്ടാകുന്ന വേദന, സദഖും ഫിൽ ഫുആദ്, ഹൃദയം പിളർന്നു പോകും. ഹൃദയം കെട്ട് പിളർന്നു പോകുന്ന വേദനയേക്കാരം, വല്ലാത്തൊരു സങ്കടയേക്കാരം. പക്ഷെ ക്ഷമിച്ചേ മതിയാകൂ. കാരണം എന്താ? അല്ലാഹു തആല തന്നു, അവൻ കൊണ്ടുപോയി, അത് നമുക്ക് ക്ഷമിച്ചേ മതിയാകൂ. ഇതൊക്കെ എപ്പോൾ കൊണ്ടുപോകണം, എപ്പോൾ ഇവിടെ ഇറക്കണം എന്നൊക്കെ അറിയുന്നവൻ ആർക്കും പിടിച്ചേക്കാൻ കഴിയില്ല. എത്ര ശാസ്ത്രപത്ര വലുതായി, എത്ര വളർച്ച ശാസ്ത്രത്തിനുണ്ടായി, ആരെങ്കിലും പിടിച്ചു വെക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞോ? ആരെങ്കിലും പിടിച്ചു വെച്ചോ? ഒരാളെങ്കിലും പിടിച്ചു വെക്കട്ടെ. ഇന്ന് ഭൂമിയുടെ മേലെ 200 വയസ്സുള്ള ഒരാളെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? 200 വയസ്സുള്ള ഒരാളെ, 100ന്റെ വയസ്സിന് മേലുള്ള ചിലപ്പോൾ ഉണ്ടായിക്കൂടാ, ഇല്ല ചിലപ്പം. 200ന്റെ മേലെ ആരുണ്ട്? എന്തേ ശാസ്ത്രത്തിന് പിടിച്ചു വെക്കാൻ കഴിയാന്ന്? അപ്പൊ ആയതുകൊണ്ട് തന്നെ ഒരാൾക്കും പിടിച്ചേക്കാൻ കഴിയൂല. അപ്പൊ ആയതുകൊണ്ട് തന്നെ അത് എപ്പോൾ ഇറക്കണം, എപ്പോൾ കൊണ്ടുപോകണം പടച്ചോൻ അറിയാം, അവനാ കൊണ്ടുപോയത്. അപ്പൊ അതുകൊണ്ട് ക്ഷമിച്ചേ മതിയാകൂ. അപ്പൊ അതുകൊണ്ട് അതിന് വലിയ പ്രതിഫലം ഉണ്ട്, അതിലേക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒരു ഹൃദയം പുലർത്തുന്ന ഒരു വേദന ഉണ്ടാകുക. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോരുത്തരുടെയും വേദന അത് മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ രൂപത്തിലാണ്. അപ്പോൾ അതിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പ്രതിഫലം? അല്ലാഹു അഅലം. വലിയ പ്രതിഫലം, സ്വർഗം കിട്ടും, അങ്ങനെ പലതും പറയുന്നുണ്ട്. അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിഫലം ധാരാളമാണ്. അള്ളാഹുവിൻ്റെ ഒരു മുസീബത്ത് വന്നു, അതിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിന് വണ്ണമായ പ്രതിഫലമുണ്ട്. അപ്പൊ ഈ വീടിൻ്റെ ഉള്ളിൽ ആരും അങ്ങോട്ട് സംസാരിക്കുന്നില്ല, ആരും മിണ്ടുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. ഇങ്ങനെ രൂപത്തിൽ പുറത്തുനിന്ന് ആളുകൾ വന്നിട്ട് തന്നെ താസിയത്ത് നടത്തുക എന്നുള്ളതില്ലല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ. കാരണം ആശ്വസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനം, ഒരു വിഷമം മറ്റയാളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഭാരം പോകല്. കാരണം ചിലപ്പം ചില മക്കളോട് ഉമ്മാക്ക് മരിച്ചു ഉമ്മാക്കും അപ്പം പ്രത്യേക ഒരു അടുപ്പൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ ആകുമ്പം അവർക്ക് എല്ലാവരും പോലെയല്ല, നല്ല വേദന ഉണ്ടാകും. മറ്റേയാൾ അങ്ങനെ ഇവിടെ കൂടുതൽ ഉണ്ടാവില്ല, അയാൾക്ക് അത്ര ഇല്ല. അങ്ങനെ പല മക്കൾ തന്നെ പല രൂപത്തിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ വേദനകൾ പല രൂപത്തിലുമാണ്. അപ്പൊ അതുകൊണ്ട് വേറൊരാളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് സങ്കടപ്പെടുമ്പം അവനെ ആശ്വസിപ്പിക്കുക. അതങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും സാരല്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പം തിരിച്ചതിന് ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയുമ്പം അതിൻ്റെയൊക്കെ പ്രതിഫലം. അപ്പൊ ഒരാളെ താസിയത്ത് നടത്തിയാൽ ഉണ്ടാകുന്ന പ്രതിഫലം അതെത്രയാണ്? മഹാൻ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉ സഗീറിലൊക്കെ ആ ഹദീസ് കൊണ്ടുവരുന്നു റസൂലുള്ളാഹിന്റെ. അങ്ങനെ ഒരാളെ താസിയത്ത് നടത്തിയാൽ ഉണ്ടാകുന്ന പ്രതിഫലം ജാമിഉ സഗീറിന്റെ 2-ാം വാള്യം 623-ാമത്തെ പേജിൽ 8851-ാമത്തെ ഹദീസ് നോക്ക്. മൻ അസ്സ മുസാബൻ ഫലഹു മിസ്ലു അജ്രിഹി. അതുപോലെ, അതായത് ഒരു മുസീബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷമിച്ചാൽ പ്രതിഫലം എത്രയാണ്? അതുപോലത്തെ ഒരു പ്രതിഫലം ഇയാൾക്ക് അല്ലാഹു തആല കൊടുക്കും. ഇയാൾക്ക് അല്ലാഹു തആല ഈ താസിയത്ത് നടത്തിയ ആൾക്ക് കൊടുക്കും. അപ്പൊ ഈ താസിയത്ത് നടത്തുന്ന ആൾ ആരാണ്? അത് സ്വന്തം അനിയനാണ് ജ്യേഷ്ഠന് താസിയത്ത് നടത്തിയത്. ജ്യേഷ്ഠനിക്കുള്ള പ്രതിഫലം എത്രയാണ്? വാപ്പ മരിച്ചാൽ ഈ പറയുന്ന ജ്യേഷ്ഠൻ എത്രയാണോ ക്ഷമിച്ചത് അതിന്റെ പ്രതിഫലം എത്രയാണ്? ആ ഒരു പ്രതിഫലം ഈ അനിയൻ ക്ഷമിച്ചാൽ അയാൾക്കുണ്ടാവുമല്ലോ. അപ്പൊ രണ്ടാൾക്കും ഒരുപോലെ പ്രതിഫലം ഉണ്ട്. അതിന്റെ പുറമെ ഇയാൾക്ക് കൊടുത്ത ആ ഒരു പ്രതിഫലത്തിന്റെ വീണ്ടും ഒരു പ്രതിഫലം ഇവിടെ ഇറക്കി വെക്കുകയാണ് ഇവർ താസിയത്ത് നടത്തിയതിന്റെ പേരിൽ.
തഹസിയത്ത് നടത്തിയാലോ മുണ്ടാതെക്കാൻ പാടില്ല, പിന്നെ ജസാഖല്ലാഹു ഖൈറ ഇങ്ങോട്ടും ദ്വാരക്കുക. അങ്ങനെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് പരമാവധി ക്ഷമിച്ചുകൊണ്ട് നിൽക്കുക എന്നാണ് ഇതിൻ്റെയൊക്കെ ആകെ തുക ടോട്ടൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ പ്രസക്തി എത്രയാന്നുള്ളത്. അപ്പോൾ ഈ കർമ്മം എന്ന് പറയുന്ന സംഗതി സുന്നത്തായി വന്നു. ഈ തഅസിയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തൽ സുന്നത്തായി. ഒരു സുന്നത്ത് എടുക്കുമ്പോൾ പ്രതിഫലം എത്രയാണ്, അതും എപ്പോഴാണ് എടുക്കുന്നത്, അത്രയും സങ്കടകരമാകുന്നൊരു കാര്യം. അത്രയും വീടിൻ്റെ ഉള്ളിൽ, കാരണം പുറത്തുള്ള ആക്കുള്ള സങ്കടം അല്ലല്ലോ ഈ ഉള്ളിൻ്റെ ആക്കുണ്ടാക്കേണ്ട സങ്കടം. പുറത്തൊരാൾ നമ്മൾ തഅസിയത്ത് നടത്തുമ്പം അതുപോലെയാണോ സ്വന്തം വാപ്പ് മരിച്ചിട്ട് ആ സ്വന്തം മകനാകുന്ന ഈ ഒരു അനിയൻ ജ്യേഷ്ഠന് തഅസിയത്ത് നടത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രസക്തി കുറച്ചൊന്നുമല്ല, അത് ചെറുതല്ല, വലുതാണത് ചിന്തിച്ചു നോക്കുമ്പം. അപ്പോൾ വലിയ പ്രതിഫലങ്ങളാണ് അവിടെ നടന്നു പോകുന്നതൊക്കെ. അപ്പം അല്ലാഹു തആല ഒരു മുസീബത്ത് നമുക്ക് തരുമ്പം അതിൻ്റെ പിന്നിൽ ഒരുപാട് രക്ഷപ്പെടാനും അതുപോലെ തന്നെ നമ്മളെ പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടാനും സ്വർഗം കിട്ടാനും ഒക്കെ ഒരുപാട് കാരണങ്ങളും അല്ലാഹു തആല ഇറക്കി വെക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു തആല ഒരാളങ്ങോട്ട് കൊണ്ടുപോയി വിചാരിച്ചുകൊണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടാക്കി എന്നുള്ളത് മാത്രം ചിന്തിക്കാതെ അവിടെ മൈനസ് മാത്രം എടുക്കാതെ പ്ലസ് പോയിന്റ് എടുക്കണ്ടേ. ഒരുപാട് പ്ലസ് ഇല്ല അവിടെ, ഇതിനാൽ എത്ര പ്രതിഫലം കിട്ടുന്നുണ്ട്. അപ്പം സങ്കടം ഉണ്ടാകും അത്രയും, കാരണം അത് വന്നു നോക്കിയാൽ അറിയാം അത് എത്രത്തോളം. കുട്ടിയൊക്കെ മരിച്ചാലുണ്ടാകുന്ന സങ്കടം റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഇമാം സുയൂത്തി ഞങ്ങളൊക്കെ കൊടുത്തത് എന്താ, അതൊക്കെ വലുതല്ലേ. അപ്പോൾ അവിടെ ഈ പറയുന്ന അവരെ എൻ്റെ സമാധാനിപ്പിച്ചാലുണ്ടാകുന്ന കൂലി എത്ര, മൻ അസ്സ തഖ്ല ഉണ്ടോ, കുട്ടി മരിച്ച ഉമ്മ, അതാ തഖ്ല എന്ന് പറഞ്ഞാൽ കുട്ടി മരിച്ച ഉമ്മ എന്നാ. ഈ കുട്ടി മരിച്ച ഉമ്മാനൊക്കെ ആശ്വസിപ്പിക്കുക മക്കള്, എന്നാ കുസിയ ബുർദം ഫിൽ ജന്നത്തീന, സ്വർഗത്തിലൊരു ഉടുപ്പങ്ങട്ട് കിട്ടും, സ്വർഗത്തിലെ ഉടുവാട കിട്ടും, സ്വർഗത്തിലെ ആ വസ്ത്രം കിട്ടും നമുക്ക് ഈ തഅസിയത്ത് നടത്തിയ ആൾക്ക്. അപ്പം അതൊക്കെ വലിയ പ്രതിഫലം തന്നെയല്ലേ. ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയാൽ ഉണ്ടാകുന്ന പ്രതിഫലം. അപ്പം എന്തുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തഅസിയത്ത് നടത്തുമ്പോൾ ഇപ്പം ആരൊക്കെ ദുഃഖിച്ചിരിക്കുന്നു, ചിലപ്പോൾ ഒരാൾ ഒരു ബെഡിലുണ്ട്, ഒരാൾ സോഫയിലുണ്ട്, ഒരാൾ നിലത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചിന്ന ഭിന്നമായ രൂപത്തിലായിരിക്കും ആ വീടിൻ്റെ. കാരണം പെട്ടെന്ന് മരണം, അത് വേണ്ടപ്പെട്ട ആൾ, അത്രയും വേണ്ടപ്പെട്ട ഒരാൾ കുടുംബത്തിൽ നിന്നാണ് പോകുമ്പം ആ വീടിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം തന്നെ ആയിരിക്കും. ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തഅസിയത്ത് നടത്തിയിട്ട് പരമാവധി സബർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പം അള്ളാഹുവിൽ നമ്മൾ ക്ഷമിച്ചു, അതിന് വണ്ണമായൊരു പ്രതിഫലം അള്ളാഹു തആല നൽകും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തായാലും ഭൂമിയിൽ നിന്ന് പോകണം, ജനിച്ചല്ലോ, പോകുന്ന സമയത്ത് തൗബയൊക്കെ ചൊല്ലി പൊരുത്തപ്പെടിക്കാനുള്ളതൊക്കെ പൊരുത്തപ്പെടിച്ച് കാമിലായ ഈമാനോടുകൂടെ അതുപോലെ തന്നെ കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.